വയനാട് കേണിച്ചിറയിൽ നിന്നും പിടികൂടിയ കടുവയെ തിരുവനന്തപുരത്തെ മൃഗശാലയിലെത്തിച്ചു. ജൂൺ 23-ന് കൂട്ടിലകപ്പെട്ട തോൽപ്പെട്ടി 17-നെയാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. 21 ദിവസത്തെ ക്വാറന്റൈനു ശേഷം കടുവയെ മൃഗശാലയിലെ ടൈഗർ എൻക്ലേവിൽ പ്രദർശിപ്പിക്കും. ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷനിൽ 13 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് തോൽപ്പെട്ടി 17 കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചത്. വനം വകുപ്പിന്റെ പ്രത്യേക വാഹനത്തിലായിരുന്നു യാത്ര. സൗത്ത് വയനാട് ഡിഎഫ്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘവും കടുവയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. രാവിലെ 9:15 കടുവയുമായി സംഘം തിരുവനന്തപുരം മൃഗശാലയിലെത്തി. ഇനി 21 ദിവസത്തെ ക്വാറന്റൈനും പരിശോധനകളും തുടർ ചികിത്സയും ശേഷം മൃഗശാലയിലെ ടൈഗർ എൻക്ലേവിലേക്ക് മാറ്റും. വയനാട് കേണിച്ചിറയിൽ നിന്ന് കഴിഞ്ഞ മാസം 23-ന് പിടികൂടിയ ഒരു മെയിൽ ടൈഗറിനാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നിരിക്കുന്നത്. അതിന് 10 വയസ്സ് പ്രായമാണ് കണക്കാക്കുന്നത്. അവിടുത്തെ ഡോക്ടറുടെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു മെയിലാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ തൽക്കാലം അതിന് 21 ദിവസത്തെ ക്വാറന്റൈനിലായിരിക്കും സൂക്ഷിക്കുക. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വാറന്റൈൻ ഫെസിലിറ്റിയിലായിരിക്കും അതിനെ 21 ദിവസം കീപ്പ് ചെയ്യുക. അതിനുശേഷം നോർമൽ കേജിലേക്ക് നമ്മൾ മാറ്റും. നെയ്യാറിലേക്ക് മാറ്റാനായിരുന്നു ആദ്യ തീരുമാനം. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ചാണ് കടുവയെ മൃഗശാലയിലേക്ക് മാറ്റാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കിയത്. കേണിച്ചിറ, എടക്കാട് ജനവാസ മേഖലകളിൽ ഇറങ്ങി കന്നുകാലികളെ കൊന്നും വീട്ടുപരിസരങ്ങളിലെത്തിയും ഭീതി പടർത്തിയ കടുവ കഴിഞ്ഞ മാസം 23-ന് രാത്രിയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായത്. പരിശോധനയിൽ കടുവയുടെ ഇടതു കോമ്പല്ല് നഷ്ടപ്പെട്ടതായും മറ്റു കോമ്പല്ലുകൾ തേഞ്ഞുപോയതായും കണ്ടെത്തി. വയറൊട്ടി ക്ഷീണിച്ച നിലയിലായിരുന്നു. ശരീരഭാഗങ്ങളിൽ ചെറിയ പരിക്കുകളും പ്രായാധിക്യം മൂലമുള്ള പ്രശ്നങ്ങളും ബാധിച്ചിരുന്നു. ഭക്ഷണം നൽകി ആരോഗ്യം വീണ്ടെടുത്തതോടെയാണ് കടുവയെ തിരുവനന്തപുരം സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിച്ചത്. ജനം, തിരുവനന്തപുരം.